എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th സെമസ്റ്റർ ഓട്ടോമൊബൈൽ ആൻഡ് മെക്കാനിക്കൽ ഡിപ്ലോമ സ്റ്റുഡൻസിന് പഠിക്കാനുള്ള ഓട്ടോകാഡ് എന്ന സോഫ്റ്റ്വെയർ ലാബിനെ കുറിച്ചാണ്. നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മൾ മെക്കാനിക്കലും അതുപോലെ ഓട്ടോമൊബൈൽ ഫീൽഡിലും പ്രൊഡക്റ്റ് ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാൻഡ് ഡ്രോയിങ് ആയിരുന്നു, അല്ലെങ്കിൽ മാനുവൽ ഡ്രോയിങ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇതിനെയാണ് നമ്മൾ CAD അല്ലെങ്കിൽ CAM എന്നൊക്കെ പറയുന്നത്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് മോഡലിംഗ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ നമ്മളെ ഡ്രോയിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് ഓട്ടോകാഡ് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകൾ, ഏത് രീതിയിലാണ് നമ്മൾ ഡ്രോയിങ്സ് വരച്ചെടുക്കുന്നത് തുടങ്ങിയവയാണ്. നമ്മൾ ഓട്ടോകാഡ് 2017 എന്ന സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ജസ്റ്റ് ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് വേണം നിങ്ങൾ CAD സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ. 64 ബിറ്റും 32 ബിറ്റും ഫയൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് റീസെൻ്റായിട്ട് അപ്ഡേഷൻ വന്ന സോഫ്റ്റ്വെയർ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ 2017 സോഫ്റ്റ്വെയർ ഉള്ള ആൾക്കാർ ഓട്ടോകാഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വരുന്നൊരു ഇൻ്റർഫേസാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുക, അഥവാ GUI. അടുത്തായിട്ട് നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൽ വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൂളുകളും ഓപ്ഷൻസുകളും ഏതൊക്കെയാണെന്നുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ആപ്ലിക്കേഷൻ മെനു എന്ന് പറയുന്നത്. ഡ്രോയിങ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്യുന്നതും സേവ് ചെയ്യുന്നതും മോഡിഫിക്കേഷൻ വരുത്തുന്നതും റീസെൻ്റായിട്ടുള്ള ചെയ്തിട്ടുള്ള വർക്കുകൾ ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്നതും ആപ്ലിക്കേഷൻ മെനുവിൻ്റെ സഹായത്തോടു കൂടിയാണ്. ആപ്ലിക്കേഷൻ മെനുവിൻ്റെ തൊട്ടടുത്ത് വരുന്നതാണ് ക്വിക്ക് അക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. അതായത് ഡ്രോയിങ്ങിൻ്റെ സമയത്ത് നിരന്തരമായി ആവശ്യം വരുന്നതും തുടർച്ചയായി നമ്മൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ടൂളുകൾ അവൈലബിൾ ആയിരിക്കുന്ന ലൊക്കേഷനാണ് ക്വിക്ക് അക്സസ് ടൂൾ ബാർ. നമുക്കിനി ഏതെങ്കിലും ടൂള് ഇതിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടൂള് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ടു ക്വിക്ക് അക്സസ് ടൂൾ ബാർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടൂള് ക്വിക്ക് അക്സസ് ടൂൾ ബാറിൽ പിന്നീട് കാണാൻ സാധിക്കും. അടുത്താണ് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ഓട്ടോഡെസ്ക് AutoCAD 2040 ഡ്രോയിങ് PNG നിങ്ങൾക്ക് അവിടെ ടൈറ്റിൽ കാണാൻ സാധിക്കും. ആ ഒരു പോർഷനാണ് ടൈറ്റിൽ ബാർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സെർച്ച് ബാർ എന്ന് പറയുന്നത്. നമ്മളുടെ ഡ്രോയിങ്ങിന് അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പുകളോ കാര്യങ്ങളോ നമുക്ക് അവൈലബിൾ ആവുകയാണെങ്കിൽ നമുക്ക് സെർച്ച് ബാറിൽ പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. നെക്സ്റ്റാണ് റിബൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ ഹോം എന്ന ഓപ്ഷൻ സെലക്ട് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഹോമിൽ വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൂൾ ബാറുകളാണ് ഡ്രോ, മോഡിഫൈ, ലെയർ, അനോട്ടേഷൻ, ബ്ലോക്ക്, പ്രോപ്പർട്ടീസ്, ഗ്രൂപ്പ്സ് തുടങ്ങിയവയൊക്കെ. ഇത്തരത്തിൽ നിരവധി ടൂളുകൾ, അതായത് ഇൻസേർട്ട്, അനോട്ടേഷൻ, ലേഔട്ട്, പാരാമെട്രിക്, വ്യൂ, മാനേജ് തുടങ്ങിയ നിരവധി ടൂളുകൾ നിങ്ങൾക്ക് ഹോമിൻ്റെ തൊട്ടടുത്ത് കാണാൻ സാധിക്കും. ഈ ടൂളുകളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. അതായത് റിബണിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓട്ടോകാഡിലെ എല്ലാ ടൂളുകളും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നടുവിലായിട്ട് നിങ്ങൾക്ക് കാണാം ക്രോസ് ഹെയർ. നിങ്ങളുടെ സെലക്ഷനും കാര്യങ്ങളും സാധിക്കുന്നത് ഈ ക്രോസ് ഹെയറിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇനി വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം അഥവാ WCS, ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റത്തിനാണ് നമ്മൾ വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ഓട്ടോകാഡ് ഉപയോഗിക്കുന്ന ഒരു യൂസറിന് തൻ്റേതായ രീതിയിൽ കോർഡിനേറ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ യൂസർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു വരയ്ക്കുന്ന ആളെ അനുസരിച്ച് XY ഡയറക്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അടുത്താണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. നമുക്ക് ഡ്രോയിങ് ടൂളുകൾ ക്വിക്കായിട്ട് അസസ് ചെയ്യാൻ സാധിക്കുന്നതും ഡ്രോയിങ്ങിനെ സഹായിക്കുന്നതിനാവശ്യമായിട്ടുള്ള ടൂളുകളും അവൈലബിൾ ആയിട്ടിരിക്കുന്നത് സ്റ്റാറ്റസ് ബാറിലായിരിക്കും. ഗ്രിഡ്, സ്നാപ്പ്, ഒബ്ജക്റ്റ് സ്നാപ്പ്, പോളാർ ട്രാക്കിംഗ്
തുടങ്ങിയിട്ടുള്ള ടൂളുകളെല്ലാം നമ്മുടെ ഡ്രോയിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളവയാണ്. ഇവയെല്ലാം സ്റ്റാറ്റസ് ബാറിൽ അവൈലബിൾ ആയിരിക്കും. അടുത്താണ് കമാൻഡ് വിൻഡോ എന്ന് പറയുന്നത്. നമ്മൾ ഡ്രോയിങ് ചെയ്യാൻ ആവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളെ കുറിച്ചുള്ളതും നമുക്ക് ഡ്രോയിങ്ങിന് ആവശ്യമായിട്ടുള്ള കമാൻഡുകൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതും ഈ കമാൻഡ് വിൻഡോയിലാണ്. ഓട്ടോകാഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്ന ഓപ്ഷനാണ് വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്ക്രിപ്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ടെക്സ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബ്ലാക്ക് ഏരിയയാണ് നമ്മൾ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസ്. 2D ഡ്രോയിങ്ങും 3D ഡ്രോയിങ്ങും മാറുന്നതിനനുസരിച്ച് വർക്ക് സ്പേസ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിന് തൊട്ടടുത്ത് കാണുന്ന ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ എന്ന പാനൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെയാണ് നമ്മൾ വർക്ക് സ്പേസ് ചേഞ്ച് ചെയ്യുന്നത്. 2D ഡ്രോയിങ്ങിൽ നമ്മൾ ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. 3D ഡ്രോയിങ് ആവുന്ന സമയത്തിന് അവിടെ തന്നെ നമുക്ക് 3D ബേസിക്സ് എന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിൽ വർക്ക് സ്പേസുകൾ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വർക്കുകൾ നമ്മൾ ചെയ്യുന്നത്. ഇത്രയാണ് ഓട്ടോകാഡ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിനെ കുറിച്ച് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. വരും ക്ലാസ്സുകളിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ള ഓരോ ടൂളുകളും അല്ലെങ്കിൽ ഓരോ ഓപ്ഷനുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ശേഷം നമ്മൾ എങ്ങനെയാണ് ഒരു ഓട്ടോകാഡ് നമ്മൾ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതും പഠിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇൻട്രൊഡക്ഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.